ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നടത്തിയ ഭജനയുടെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. വർഷത്തിലൊരു പ്രാവശ്യം നമ്മുടെ വീട്ടിലും നടത്താറുണ്ട് കുടുംബയോഗ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലാണ്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ വീട്ടിലെ എല്ലാവരും. നമ്മൾ 2 ദിവസമായിട്ട് മീനൊന്നും വാങ്ങിക്കാതെ നോയമൊക്കെ എടുത്തുകൊണ്ടാണ് ഭജനയ്ക്ക് വേണ്ടി തയ്യാറാവുന്നത്. വിളക്കെല്ലാം തേച്ച് നമ്മൾ എണ്ണയും തിരിയൊക്കെ ഇട്ടു. അതുപോലെ ഗിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. ഗുരുദേവൻ്റെ ഫോട്ടോയൊക്കെ വെച്ചു. അതിൽ അണിയിക്കാനുള്ള മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തേച്ചായിട്ടും ഫോട്ടോയിൽ ചാർത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ പൂക്കളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഗണപതി പ്രസാദം വെക്കുന്നതിന് വേണ്ടിയിട്ട് അവല്, മലര്, ശർക്കര അതുപോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ തയ്യാറാക്കി വെക്കുകയാണ്. വൈകുന്നേരം ഒരു 4 മണി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ എത്തിത്തുടങ്ങി. സാധാരണ ഒരു 10-20 പേരോളമൊക്കെ ഉണ്ടാവാറുള്ളതാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഉള്ളത് കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടാണ് ആ സമയത്തൊക്കെ വരാൻ. എങ്കിലും അത്യാവശ്യം ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വെച്ചിട്ടുള്ള രീതിക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കൊളുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരുമൊക്കെ വരുന്നവർക്ക് നമ്മൾ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് ഒരു ചായയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെയുണ്ട്. സാധാരണ ഒരു ബിസ്ക്കറ്റും ഒരു ചുക്ക് കാപ്പിയൊക്കെ മതിയെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും എല്ലാവരും ഒരു ചായയും എന്തെങ്കിലും ഒരു ചെറുകടിയൊക്കെ തയ്യാറാക്കി വയ്ക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളും ആ രീതിക്ക് തന്നെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ചായയും അതുപോലെ ഒരു പഴംപൊരി അങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ച് ഒക്കെ നമ്മൾ വാങ്ങി സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഭജന തുടങ്ങുന്നതിനുള്ള സമയമായി. വിളക്കൊക്കെ കൊളുത്തുവാണ്. അപ്പോൾ വന്നവരും എല്ലാവരും നമ്മുടെ കൂടെ ഇതെല്ലാം റെഡിയാക്കാനായിട്ടൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭജനയൊക്കെ ആരംഭിച്ചു. 10-20 പേരോളം ഭജന തീർന്ന സമയത്ത് നമുക്കൊരു ബുക്കൊക്കെ ഉണ്ട്. അതിൽ ഒപ്പിട്ടപ്പോഴത്തേക്ക് ഒരു 10-20 പേരോളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭജന തുടങ്ങി ഒരു പകുതിയായപ്പോഴത്തേക്കും നമ്മൾ പതിയെ ചായയൊക്കെ വയ്ക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സമയമാകുമ്പോഴത്തേക്കും തിളച്ചൊന്നും അങ്ങനെ ഭജനയൊക്കെ തീരാറാകുന്നു കേട്ടോ. അവസാന ഭാഗത്ത് ഒരു പൂജ കൂടെയുണ്ട്. അത് ചേട്ടത്തിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മ പൂജയൊക്കെ ചെയ്യാനായിട്ട് എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഞാനും അമ്മേനെ സഹായിക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദം എല്ലാം എല്ലാവർക്കുമായിട്ടൊക്കെ വിതരണം ചെയ്ത് അതിനുശേഷം നമ്മൾ ചായയൊക്കെ എല്ലാവർക്കും കൊടുക്കുവേ. ചായ എല്ലാം കുടിച്ച് എല്ലാവരും അടുത്ത പ്രാർത്ഥന എവിടെയാണെന്ന് തീരുമാനിച്ചാണ് പിരിയുന്നത്. അപ്പോൾ അടുത്ത ഭജന നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ നടത്താമെന്നൊക്കെ ഇവിടെ വെച്ച് തന്നെ എല്ലാവരെയും അറിയിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരും ഭജനയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പതിയെ അവരവരുടെ വീടുകളിലേക്ക് സന്ധ്യയായി. 6:30 ആയപ്പോഴത്തേക്കും ഓരോരുത്തരും അവരുടെ വീടുകളിലേക്കൊക്കെ പോയി കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അത് കാരണം ആ സമയത്ത് വീഡിയോയൊന്നും നിങ്ങളെ കാണിക്കാൻ സാധിച്ചിട്ടില്ല. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ.